അല്ല രേണു, നീയോ? അത് ഈ രാത്രിയില്? നിനക്കെന്താ പറ്റിയ? നീ എന്തിനാ കരയുന്നേ? എനിക്കിനി ആ വീട്ടിലോട്ട് പോവണ്ട. നീ ഒരു കാര്യം ചെയ്യ്, നീ എന്റെ കൂടെ അകത്ത് വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വാ വാന്നേ. നാദി വെള്ളം കുടിക്കേ, കരയാതിരിക്കേ. ദൈവത്തെ ഓർത്തി കരയുന്നൊന്ന് നിർത്ത്. കരയുന്ന കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ വിഷമിക്കാതെ. ചില സമയത്ത് എനിക്ക് ഫീൽ ചെയ്യും, ഈ ലോകത്തിൽ എന്നെ സ്നേഹിക്കാനായിട്ട് ആരുമില്ല. ഞാനില്ലേ, ഞാനുണ്ടല്ലോ. I love you. I love you. രേണു, നീ ഇതെവിടെയായിരുന്നു? രാവിലെ മുതൽ ഞാൻ തിരയുക, കാണാത്തോണ്ട് ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നോ. വന്നേ, അകത്തേക്ക് വാ. രേണു, ഞാൻ ഒരുപാട് പേടിച്ചു പോയി. നിന്നെ കാണാത്തത് കൊണ്ട് ഞാനുണ്ടല്ലോ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ വരെ തീരുമാനിച്ചു. ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ പോയേക്കുമായിരുന്നു. ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കുക. നോക്കി, നീ എന്നോട് ഇത്തവണ ക്ഷമിക്കണം. ഇനി ഇതുപോലെ ഒന്നും നടക്കില്ല. നിങ്ങൾ എപ്പോഴും ഇത് തന്നെയല്ലേ പറയുന്നത്? ഈ മദ്യപാനമായിരുന്നു എൻ്റെ ജീവിതം നശിപ്പിച്ചത്. രേണു, ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമെങ്കിൽ ഈ വിഷം ഞാൻ ഇനി തൊടുകയില്ല. ഞാൻ നിനക്ക് വാക്ക് തരികയാണ്. ചുമ്മാ കള്ളസത്യങ്ങൾ തരാതെ. രേണു, സത്യമായിട്ടും നിന്നെയും നീയും ലഹരിയുമല്ലാതെ എനിക്ക് മറ്റൊന്നും ആവശ്യമില്ല. ഏയ്, ഇങ്ങോട്ട് വന്നേ. ചെലവിനുള്ള പണം തന്നിട്ട് പോടി. പെട്ടെന്ന് ഇങ്ങോട്ട് തരാനല്ലേ പറഞ്ഞേ?
ഞാനെന്താടി പിച്ചക്കാശാണോ ചോദിച്ചേ? മര്യാദക്ക് പൈസ എടുക്ക്. എന്റെ കയ്യിൽ ഇല്ല. കളിക്കുന്നു. മര്യാദക്ക് കാശ് ഇങ്ങോട്ട് എടുക്കടി. നിക്ക്. എന്തോ നടി അഭിനയിക്കുന്നേ? പണം ആവശ്യപ്പെട്ട അത് തരണം, അല്ലാതെ വേല കാണിച്ച മര്യാദക്ക് പോ. പൊക്കോ, വേഗം പോ. കളിക്കാൻ നിൽക്കുന്നു. ഇന്നേക്കുള്ള പൈസ കിട്ടി. ഹായ് രേണു, ഗുഡ് മോർണിംഗ്. ഇനി വന്നോ? ഇപ്പൊ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് എന്ന് മാറാനാ? ഹാ. എല്ലാ ദിവസവും ഒരുപോലെ തന്നെയല്ലേ നടക്കുന്നത്? രേണു, നീ ധൈര്യത്തോടെ വിശ്വസിച്ചിരിക്കേ, അതല്ലേ നല്ലത്. നിന്റെ ജീവിതത്തിൽ നല്ല ദിവസങ്ങൾ വരാൻ പോകുന്നു. നിങ്ങൾ പറയുന്നതൊക്കെ നടന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും. പക്ഷെ എന്റെ ജീവിതത്തിൽ അങ്ങനൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അതായത് ഈ പാവപ്പെട്ട അലക്കാരൻ നിങ്ങൾക്ക് വിശ്വാസമില്ല അല്ലേ? നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നേ? നിങ്ങളുടെ അടുത്ത് മാത്രമാ ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്. അങ്ങനെയാണോ? എല്ലാം? അതെ, എല്ലാ കാര്യങ്ങളും. ഉറപ്പാണോ? എല്ലാം? ബസ്സിനുള്ള സമയായി. എന്റെ ഡ്രസ്സിങ് താ. ദേ ഇപ്പൊ കൊണ്ടുവരാം. ദേ വാങ്ങിച്ചോ ഡ്രസ്. പിന്നൊരു കാര്യം. ആ, എല്ലാം അല്ലേ? നിങ്ങൾക്ക് കുറച്ച് കൂടുന്നുണ്ട്. ഞാൻ ഓർത്തിരിക്കും എല്ലാം. എന്താ കഥ തുറക്കാൻ താമസം? നീ വരാൻ വെയിറ്റ് ചെയ്തല്ലേ ഞാൻ. വാ വാ, അകത്തേക്ക് വാ. അത് പിന്നെ മോളെ, ഒറ്റയ്ക്ക് കുടിച്ചപ്പോ എനിക്ക് മത്ത് പിടിച്ചു. ഇനി നീ വന്നല്ലോ, എനിക്കൊരു കമ്പനി താ. നിങ്ങൾ രാവിലെ തൊട്ട് കുടിച്ചോണ്ടിരിക്കുവാണോ? എന്താ മോളെ രേണു, എന്നെ കുറിച്ച് നീ എപ്പോഴും തെറ്റായിട്ടല്ലേ കരുതുന്നേ? നീ ഇവിടെ വരുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഞാനിത് ഓപ്പൺ ചെയ്തേ. ഇങ്ങോട്ടും നോക്ക് മോളെ രേണു, നിനക്ക് ദേഷ്യം വരുമ്പോ കാണാൻ ഭയങ്കര സുന്ദര. കൂടുതൽ അഭിനയിക്കല്ലേ? എന്താ മോളെ, നീ ഒരുപാട് ക്ഷീണിച്ചല്ലേ? വാ ഇരിക്ക്, വന്നിരിക്കുന്നേ. നിനക്കറിയാമോ മോളെ, ഇതിനേക്കാളും മത്ത് പിടിപ്പിക്കുന്ന ലഹരി എന്തോ? അത് നിന്റെ ഈ 2 കണ്ണുകൾ മാത്രം. നിന്നെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയതിന് ശേഷം മാത്രം ഞാൻ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. നിങ്ങൾ എന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു പോയി ജോലി ചെയ്യണം, അല്ലാതെ വീട്ടിലിരുന്ന് കുടിക്കല്ലേ വേണ്ടത്. ഞാൻ വരാം മോളെ, അതിനു മുമ്പ് എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ആ ബാഗ് എടുക്ക്. വന്ന് എൻ്റെ പൊന്നും മോളെ. രേണു മാഡം, ചായ കുടിക്കുന്നോ? വേണ്ട, എന്റെ ഡ്രസ്സിങ് താ, എനിക്ക് വേഗം പോണം. ഇരിക്കെന്നാ ഒരുമിച്ച് പോകാം. എനിക്ക് ലോഡ്ജിൽ പോണം ബില്ല് പേ ചെയ്യാൻ. പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു സാധനമുണ്ട് എന്റെ കയ്യിൽ, ഇപ്പൊ കൊണ്ടുവരാം. എങ്ങനെയുണ്ട്? കസ്റ്റമറിന്റെയാ? നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ ഉടമസ്ഥ അങ്ങ് അമേരിക്ക പോയി. ഇപ്പത്തേക്ക് ഇത് നിങ്ങൾ വെച്ചോ. എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
എന്നെ കാണാൻ എങ്ങനെയുണ്ട്? അപ്സരസാണ്. കടയിൽ ആരുമില്ലേ? ആ ശരിയായി, ഇപ്പൊ കൊണ്ടുവരാം. അതെ രേണു, അവരുടെ കൂടെ നമ്മളും പോകേണ്ടി വരും. ദിലീപ്, ഇവിടെ എന്താ ഈ നടക്കുന്നത്? ഇവരെല്ലാം എന്റെ കൂട്ടുകാരാ. നോക്കടാ, ഇതാണ് എന്റെ ഭാര്യ, ഇതാണ് നിങ്ങളുടെ ചേച്ചി. നമസ്കാരം ചേട്ടത്തി. നീ എന്റെ അടുത്ത് പ്രോമിസ് ചെയ്തതല്ലേ നീ ഇനി കുടിക്കത്തില്ലെന്ന്. അപ്പൊ ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? നിന്റെ വായടക്കടേ, ആളിരിക്കുന്ന കണ്ടില്ലേ? ഒരു കാര്യം ചെയ്യ്, ചെന്ന് ടച്ചിങ്സ് എടുത്തിട്ട് പാടേ. ഇവിടെ നോക്ക് ദിലീപ്, ഇതെന്റെ വീടാ, അല്ലാതെ ബാറൊന്നും അല്ല. ഇവിടെ ആർക്ക് വേണമെങ്കിലും വന്ന് എന്ത് വേണമെങ്കിലും ചെയ്യാന്നല്ല. ഇവർക്കൊന്നും കുടുംബങ്ങൾ പോലും ഇല്ലേ? ഇവര് ആറ് വീടാണെങ്കിലും അങ്ങനെ കേറി വരുവോ? ഞങ്ങളെ ഇൻസൾട്ട് ചെയ്യാനാണോ വിളിച്ചോണ്ട് വന്നത്? വാടാ പോ. എന്ത് ധൈര്യം എടുത്തിട്ടാടി നീ എന്റെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചേ? എന്റെ മറ്റു കാര്യങ്ങളിൽ ഇടപെടരുത്. അത് ഞാൻ ഇവിടെ എല്ലാം ഓക്കെ ആണോ നോക്കാൻ വന്നയാ. ഇവിടെ എല്ലാം ഓക്കെ അല്ലേ? നീ എല്ലാം കണ്ടില്ലേ? ഇവിടെ എല്ലാം നന്നായിട്ട് തന്നെ പോകുന്നത്. വിഷമിക്കാതിരിക്കേ. നീ ഇങ്ങനെ കരഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇതിനേക്കാൾ നല്ലൊരു ജീവിതം നിനക്ക് ജീവിക്കാൻ പറ്റും. ജീവിതത്തിൽ നിന്റെ കൂടെ ആരും നിന്നില്ലെങ്കിലും ഞാൻ എന്നും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും.
ഗുഡ് മോർണിംഗ് ബേബി. ഇതാ നിനക്കുള്ള ചായ. ഇതെന്താ പുതിയ നാടകമാണോ? ഇതൊരിക്കലും നാടകമൊന്നുമല്ല. ഇതെന്റെ പുതിയ ജീവിതം. രേണു, നിന്നെ ഒരിക്കലും ഞാൻ വിഷമിപ്പിക്കാൻ പാടില്ലായിരുന്നു. പ്ലീസ് എന്നോട് ക്ഷമിക്ക്. വീണ്ടും നിങ്ങൾ കള്ളം പറയാൻ തുടങ്ങിയോ? ഞാൻ കള്ളം പറയാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലെങ്കിൽ ഞാൻ എന്നെ നശിച്ചുപോയേനെ. നീ എൻ്റെ ഭാര്യയായതിന് ഞാനിപ്പോൾ ഭാഗ്യമായി കരുതുകയാണ്. ഞാൻ സ്വപ്നമൊന്നുമല്ലല്ലോ കാണുന്നത്. അതൊന്നും അല്ലെന്നേ. ഇന്നൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ? എനിക്കൊരു ജോലി കിട്ടി. ഞാനിന്ന് ജോയിൻ ചെയ്യാൻ പോവാ. നീ ഇതല്ലായിരുന്നു ആഗ്രഹിച്ചത്. ശരി, ഓക്കെ. ഞാൻ ഇപ്പൊ തന്നെ ലേറ്റ് ആയിരിക്കുക. എനിക്ക് ഓഫീസിലെത്തണം. എന്നാ ഞാൻ പോട്ടെ. രാജു, നീയോ? എന്നെ വീട് ആരെങ്കിലും കാണും? കാണുന്നെങ്കിൽ കാണട്ടെ. ഞാൻ നിന്റെ ഹോട്ടലിൽ വിളിച്ചായിരുന്നു. ഇന്ന് അവധിയാണെന്ന് അറിഞ്ഞു. ഞാൻ അങ്ങനെ പോരുന്നു. ശരി, എന്നൊന്ന് വീട്. ഏയ്, എന്തിനാ വിടുന്നേ? ഞാൻ വാക്ക് തന്നെയല്ലേ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവുന്നു. പിടിച്ച പിടി ഞാൻ വിടത്തില്ലെന്ന്. വേണ്ട രാജു. എന്തുകൊണ്ടില്ല? എന്നെ നിനക്ക് ശരിക്കും ഇഷ്ടമാണെങ്കിൽ നീ ആദ്യമേ ഇവിടുന്ന് പോവാൻ നോക്ക്. സത്യത്തെ എന്തു പറ്റി? ഇത് തെറ്റാണ് രാജു, ഇത് തെറ്റാണ്. നീ അല്ലേ എന്നോട് പറഞ്ഞത് ഞാൻ എന്റെ ജീവിതത്തിൽ സന്തോഷമായിട്ടിരിക്കണോന്ന്? എങ്കിൽ ഇവിടുന്ന് പോ. ഏയ്, സത്യത്തിൽ ഞാൻ നിന്റെ സന്തോഷമാണ് ആഗ്രഹിക്കുന്നത്. നിന്റെ സന്തോഷത്തിനായിട്ട് ഞാൻ ആരുടെ ജീവൻ വേണമെങ്കിലും എടുക്കും. എന്റെ ജീവൻ തരാനും മടിക്കില്ല. ഇത് നീ ഓർത്തു വെച്ചോ. നിന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നുണ്ട്, എന്നും അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ വന്നോ? നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരുന്നേ. അപ്പൊ തന്നെ നിനക്ക് ധൃതിയായോ? ഞാൻ നിങ്ങളെ എങ്ങനെ കാണാൻ വേണ്ടിട്ടായിരുന്നു ഇത്രയും നാളും വെയിറ്റ് ചെയ്തോണ്ടിരുന്നത്. നിനക്ക് ഞാനൊരു സർപ്രൈസ് കൊണ്ടുവന്നു. ആ കണ്ണൊന്നടച്ചേ. എടി, കണ്ണടയ്ക്കാനല്ലേ പറഞ്ഞേ? ഇനി കണ്ണുറന്നോ? എന്റെ സുന്ദരിയായ ഭാര്യയ്ക്ക് സുന്ദരമായ മോതിരം. വാവ്, എങ്ങനെയുണ്ട്? ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ.
രേണു രേണു എവിടെ? അല്ല രാജു, നീയോ? നീ എങ്ങനെ അകത്തോട്ട് വന്നേ? അകത്തോ? ലോണ്ടറിയുടെ തുണി കൊടുക്കാൻ വന്നു. അതവിടെ വെച്ചേക്ക്. നിനക്ക് ഇപ്പോഴും എന്റെ അടുത്ത് ദേഷ്യമാണ്. എനിക്ക് നിന്റെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. കാര്യമൊക്കെ പിന്നെ പറയാതെ കേട്ട് വാ. നമ്മുടെ ഇടയിൽ നടന്ന എല്ലാ കാര്യങ്ങളും ആക്സിഡന്റലി നടന്നതാ. ഞാൻ ആ സമയത്ത് ഒരുപാട് വിഷമിച്ചിരുന്നോണ്ടാ ഞാൻ നിന്റെ അടുത്ത് വരേണ്ട അവസ്ഥ വന്നത്. പക്ഷെ ഇപ്പൊ എന്റെ ഭർത്താവ് വളരെ നല്ലവനായി. ഇപ്പൊ എന്റെ ജീവിതവും വളരെ നന്നായിട്ടാ പോകുന്നത്. ഇനി എന്റെ ഡ്രസ്സുകളെല്ലാം നേരിട്ട് ലോഞ്ചിൽ കൊടുത്തേക്ക്. നീ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഇടയിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഇതോടെ കഴിഞ്ഞു. അതെങ്ങനെ ഇത്ര പെട്ടെന്ന് തീരും? നിന്റെ കൂടെ ജീവിക്കാനുള്ള സ്വപ്നമാണ് കണ്ടത്. അത് പൂർത്തിയാകുന്നത് വരെ ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല. രാജു, എന്നെ വീട്. നിന്റെ ഭർത്താവ് ഇപ്പൊ വരും. അതിനു മുമ്പ് ഞാൻ സ്നേഹിക്കട്ടെ. രാജു, എനിക്ക് വേദനിക്കുന്ന എന്നെ വീട്. എന്നെ വീട്. രാജു, എന്നെ വീടാനല്ലേ പറഞ്ഞ? വീട്. ഞാൻ പറയുന്നത് കേക്ക്. എന്നെ വീട്. ഞാൻ നിന്നെ ഒന്ന് സ്നേഹിക്കട്ടടി. വേണ്ട, നിർത്ത്. രാജു, ദിലീപിനെ വീട്. അവനെയൊന്നും ചെയ്യാതെ. ഞാൻ പറയുന്നത് ഒന്ന് കേക്ക് രാജു, പ്ലീസ്. അവനെ വീട്. ഞാൻ നിന്നെ ഒന്ന് സ്നേഹിക്കട്ടടി. സ്നേഹിക്കട്ടെ. നിനക്ക് കുഴപ്പമില്ല. ജീവനുണ്ടോ അതോ മരിച്ചു പോയോ?